ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ നല്ല താമസിച്ചു ആസ് യൂഷ്വൽ. എണീറ്റപ്പോൾ തന്നെ ഞാൻ ചിയാ സീഡ്സ് ആൻഡ് വാം വാട്ടറാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് വാട്ടർ ഈറ്റിൻ്റെ ഡേ. ഇതൊരു ഐഡിയൽ കൈൻഡ് ഓഫ് വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണ്. കാരണം ഞാൻ മീൽസൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഐഡിയൽ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണിന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുളക് ചമ്മന്തിയായിരുന്നു, അത് കഴിച്ചു. ഞാൻ ഭയങ്കര ഒരു ചായ കോഫി പേഴ്സണാണ്. പക്ഷെ ഇപ്പം നല്ല കൺട്രോളിലാണ് ഞാൻ ചായയും കോഫിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പത്തിൻ്റെ കൂടെയാണ് കുടിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് അധികം വിശക്കാത്തതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സാണ് കഴിച്ചത്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലാവിഷായിട്ട് കട്ട് ചെയ്തൊക്കെ കഴിക്കുന്നത്. അല്ലെങ്കിൽ ആ ഫ്രൂട്ട് എങ്ങനെയാണോ ആസിച്ച് ഞാൻ കഴിക്കാറാണ് പതിവ്. ഫ്രൂട്ട്സായിട്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു, പ്ലംസ് ഉണ്ടായിരുന്നു, അത് രണ്ടും കഴിച്ചു. ഗ്രീൻ ആപ്പിളിന് അത്യാവശ്യം നല്ല പുളിപ്പുണ്ടായിരുന്നു. പ്ലംസ് ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചു. ഞാൻ റീസെൻ്റ്ലി ആണ് ഫ്രൂട്ട്സ് അധികം കഴിക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു. എനിക്ക് അധികം ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ചായയും കോഫിയും കുടിക്കുന്ന ആളായിരുന്നു. ഇപ്പം 2 എണ്ണം മാത്രമേ ഒരു ദിവസം കുടിക്കാറുള്ളൂ. ഇതുവരെ വളരെ ഹെൽത്തി ആയിപ്പോയിക്കൊണ്ടിരുന്ന എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ഇവിടം കൊണ്ടെല്ലാം മാറി. കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഒരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. തൊട്ടപ്പുറത്ത് പിസ്താഷ്യോ ആയിരുന്നു. എനിക്ക് പിസ്താഷ്യോ ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ. പിന്നെ ഡിന്നറിന് ഞാൻ വിചാരിച്ചു ഒരു സാൻഡ്വിച്ച് കഴിക്കാമെന്ന്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സാലഡാണ്, ചിക്കൻ മഷ്റൂം സാലഡാണ്. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പെരി സ്പ്രെഡാണ്. ഇത് വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ്. അതിനകത്തേക്ക് നമ്മൾ സ്പ്രെഡ് ആക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പെരി സോസ് സ്പ്രെഡ് ചെയ്തിട്ട് സാലഡ് വെക്കുക, ജസ്റ്റ് കഴിക്കുക. ഇത് ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമേ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ഫില്ലിങ്സ് വെച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സോസിന് നല്ലൊരു ഫ്ലേവറുള്ള സോസാണ്. അപ്പം നല്ല ഫില്ലിംഗ് ആയിരുന്നു രാത്രിത്തെ. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ 2 സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ നടുവിൽ കൂടെ കട്ട് ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഞാനങ്ങ് കഴിച്ചു. എന്ത് പറ്റിയെന്നറിയില്ല, ബ്രെഡ് കുറച്ചും കൂടി സോക്കി ആയതുകൊണ്ടാണോ അതിൻ്റെ അറ്റമൊന്നും അത്ര ഒരു ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ don't forget to like, share and subscribe to our channel. Thank you for watching.